നമ്പർ 18 സീസൺ. അങ്ങനെ അവസാനം 18ാമത്തെ സീസണിൽ ഇങ്ങനെ കപ്പ് ഉയർത്തി. പക്ഷെ ഇതൊരിക്കലും വിരാട് കോഹ്ലി മാത്രം കാരണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ടീം എഫേർട്ടാണ് RCB ഈ ഒരു കൊല്ലം എടുത്തിട്ടുള്ളത്. യെസ്, അവിടെ കൂടിയൊക്കെ ചില കളികൾ മോശമായി പോയിട്ടുണ്ട്. ബട്ട് എല്ലാ കളിച്ച ലീഗിലുള്ള എല്ലാ 14 കളിയും ജയിച്ചിട്ട് ഒരു ടീം ഇന്നേ വരെ കപ്പടിച്ചിട്ടില്ല. അപ്പൊ ചില കളികളാവുമ്പോൾ തോൽക്കും, ജയിക്കും. പക്ഷെ ആര് കപ്പടിച്ചെന്നുള്ളതിലാണ് കാര്യം. മനസ്സിലായില്ല. ഇനി ഇത് അടുത്ത കൊല്ലം വരെ ഞങ്ങൾ RCB ഫാൻ, ഞാൻ RCB ഫാനാണ് 2014 മുതലിച്ചിട്ട്. 2014 IPL കാണാൻ തുടങ്ങിയത്. ആ ടൈം മുതലിച്ചിട്ട് തന്നെ RCB ആണ്. അതിന് ശേഷം അറിയാലോ, ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു ഫൈനലിലെ RCB മൊത്തത്തിൽ 4 ഫൈനലിൽ എത്തിയിട്ടുള്ളൂ. ഞാൻ ഒരു ഫൈനലേ കണ്ടിട്ടുള്ളൂ 2025 ആവണ വരെ. അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം പൊതുവെ മൂവി റിവ്യൂസ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ ചെയ്യല്. പക്ഷെ ഇത് കഴിഞ്ഞപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് തോന്നി. അതിൽ ആദ്യത്തേത് വെച്ചാൽ RCB പറ്റിയിട്ടല്ല. RCB കപ്പെടുത്തി, യെസ്, ബട്ട് ഇത് വേറൊരു സൈഡും കൂടി ഉണ്ട്. 18 വർഷമായിട്ട് കപ്പടിക്കാത്തൊരു ടീം കൂടിയാണ് പഞ്ചാബ്. പഞ്ചാബിനായിട്ടാണല്ലോ നമ്മൾ ഫൈനലിൽ കളിച്ചത്. ഈ പഞ്ചാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത് ഈ പ്രീതി സിന്ധന്റെ കാര്യത്തിലാണ് കുറച്ചൊരു സങ്കടം. പക്ഷേ ശ്രേയസ് അയ്യറൊക്കെ കപ്പ് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ശ്രേയസ് അയ്യറൊക്കെ ആസ് എ ക്യാപ്റ്റൻ KKR വെച്ചിട്ട് അവർ കപ്പ് അടിച്ചിട്ടുണ്ട് ശ്രേയസ് അയ്യറൊക്കെ. പക്ഷെ പ്രീതി സിന്ധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. പ്രീതി സിന്ധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും 18th ഇയർ ആൻഡ് കൗണ്ടിങ്, ഇപ്പോഴും ഒരു കപ്പില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പേഴ്സണലി ഓരോ ടീം ഓണേഴ്സ് ഉണ്ടാവുമല്ലോ, അവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രീതി സിന്ധനെയാണ്. കാരണം തീരെ ഡ്രാമ ഇല്ലാത്ത ഒരാളാണ് പ്രീതി സിന്ധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. തോറ്റാലും ജയിച്ചാലും ഒക്കെ ഈവൻ ഒരു കളി മുഴുവനായിട്ട് എലിമിനേറ്റ് ആയി പഞ്ചാബ്, സപ്പോസ് എലിമിനേറ്റ് ആയി, അങ്ങനെ പല സീസണും ഉണ്ടായിട്ടുണ്ടല്ലോ. 10ാം സ്ഥാനത്ത് 9ാം സ്ഥാനത്തൊക്കെ 8ാം സ്ഥാനത്തൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പഞ്ചാബ് ഇതിന്റെ മുന്നേ. പക്ഷെ ആ ടൈമിലൊക്കെ, അതായത് ലീഗിലുള്ള ബാക്കിയുള്ള കളികൾ കളിച്ച് തീർക്കാൻ വരെ പോകുക എന്നുള്ള ഒരു സിറ്റുവേഷനിൽ പഞ്ചാബ് നിൽക്കുമ്പോൾ പോലും ആ ടൈമിൽ പ്രീതി സിന്ധ വന്നിട്ടൊക്കെ കളി കാണലുണ്ട്. അതും പിന്നെ ഇത് ബാക്കിയുള്ളവരെ കളിയാക്കാൻ ഒരു പെർഫെക്റ്റ് ഓണറാണ് പ്രീതി സിന്ധ എന്ന് പറയുന്നത്. ഇതിന്റെ ഈ IPL കുറെ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പ്രീതി സിന്ധ എത്രത്തോളം നല്ലൊരു വ്യക്തിയാണെന്നുള്ളത്. അപ്പൊ ആ പ്രീതി സിന്ധന്റെ കാര്യത്തിൽ കുറച്ച് കഷ്ടമാണ്. ബട്ട് ഫോർ മീ, ഞാൻ പറയുന്നത് ഏറ്റവും അധികം ഡിസേർവിംഗ് ആയിട്ടുള്ളത് ഓബിയസ്ലി വിരാട് കോഹ്ലിനെയാണ്. അതിനൊന്നും ഒരു സംശയമില്ല. കാരണം പ്രീതി സിന്ധ ഡിസേർവിംഗ് ആണോ ചോദിച്ചാൽ ഡിസേർവിംഗ് ആണ്. പക്ഷെ പ്രീതി സിന്ധ ഇന്ത്യൻ പ്ലെയർ ഒന്നല്ല. വിരാട് കോഹ്ലി ഉണ്ടെങ്കിൽ രാജ്യത്തിന് അത്രയും വേണ്ടി ചെയ്തിട്ടുണ്ട്, ടീമിന് വേണ്ടിയിട്ട് അത്രയും റൺസ് എടുത്തിട്ടുണ്ട്. 2016 എന്താ സംഭവിച്ചെന്ന് അറിയാലോ, 973 റണ്ണാണ് ഒറ്റ. ആ റെക്കോർഡ് ഇപ്പോഴും ആരും പൊട്ടിച്ചിട്ടില്ല. അത്ര റൺസ് എടുത്ത് ഫൈനലിലെത്തി, കപ്പ് ഇങ്ങനെ തൊട്ട് എന്നുള്ള രീതിയിലെത്തി. പക്ഷെ അവിടുന്ന് ഹാൻ തെന്നിപ്പോയി. മനസ്സിലായില്ല. കാരണം അന്ന് ഈ വിരാട് കോഹ്ലിന്റെ ഇതിന് മുന്നത്തെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അന്ന് KL രാഹുൽ ഒക്കെ RCB ഇരുന്നല്ലോ. പിന്നെ അതിന് ശേഷം KL രാഹുൽ 2016 ശേഷം ലക്നൌവിന് വേണ്ടി കളിച്ച്, ഇപ്പൊ ഡൽഹിക്ക് വേണ്ടി അവർ KL രാഹുൽ കളിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതിന് വിരാട് കോഹ്ലി അല്ലെങ്കിൽ KL രാഹുൽ ഒപ്പമുള്ള സമയത്ത് വല്ല സ്റ്റാർ സ്പോർട്സിലോ അങ്ങനെ എന്തെങ്കിലും ഇതിന് ഹൈലൈറ്റ്സ് നടക്കുന്ന സമയത്ത് 2016 ഫൈനൽ അഗെയിൻസ്റ്റ് SRHന്റെ ഫൈനൽ നടക്കുന്ന സമയത്ത് ഇപ്പോഴും വിരാട് കോഹ്ലി ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് KL രാഹുൽ സ്റ്റിൽ ഹേർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഇപ്പൊ കപ്പ് അടിച്ചിട്ട് അതൊരു വേദനയായിട്ട് നിൽക്കുന്ന ഒരു വർഷമാണ് 2016 എന്ന് പറയുന്നത്. അത് അപ്പൊ അതിന് വിരാട് കോഹ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് വാസ് റിട്ടൺ, അത് എഴുതി വെച്ച കളിയാണെന്ന് പറയുന്നുണ്ട്. അത് സ്ക്രിപ്റ്റ് അല്ല, ഈ സ്ക്രിപ്റ്റ് അല്ല ഞാൻ പറയുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ ഈ സംഭവം കയ്യിൽ നിന്ന് തട്ടിപ്പോയത് നന്നായി ഞാൻ പറയുള്ളൂ. കാരണം ആ ഫസ്റ്റ് ട്രോഫി എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ഒരു പെർഫെക്റ്റ് മൊമെന്റ് ഇല്ല. കാരണം ഇതിപ്പോ കഴിഞ്ഞ കൊല്ലം കപ്പടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഒരു സംഭവം വരേണ്ടിയിരുന്നു. കാരണം ഇന്ന് 1 vs 9 ആണ്. അത് RCB തോൽക്കണമെന്ന് എല്ലാ ടീമുകളും ആഗ്രഹിച്ചു. മനസ്സിലായില്ലേ. അതായത് പിന്നെ ഇത് ജയിച്ചു കഴിഞ്ഞപ്പോൾ RCB വെൽ ഡിസേർവ്ഡ് എന്ന് പറഞ്ഞിട്ട് കുറെ ഫാൻസ് വരും. പക്ഷെ ഇത് ശരിക്കും ഇതിന്റെ ഒരു പ്രൂഫ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞുതരാം. അതായത് സോഷ്യൽ ബസ് എന്നുണ്ടാവും. അപ്പൊ ഈ സോഷ്യൽ ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ടീമിന് പ്രഡിക്റ്റബിലിറ്റി വരും. അതായത് ഫാൻസിന് വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം വരും. അപ്പൊ അതിൽ RCB ഏത് ടീമിനായിട്ട് കളിക്കാൻ വരുമ്പോഴും ആര് ജയിക്കും ഇങ്ങനെ ഫാൻസിന് വോട്ട് ചെയ്യാൻ പറയാ. RCB നോക്കും. മറ്റേ വേറെ RCB-നായിട്ട് വേറെ ഏതെങ്കിലും ഇപ്പൊ ഗുജറാത്ത് കളിക്കുന്നുണ്ടെങ്കിൽ ഗുജറാത്ത് ജയിക്കും എന്ന് പറഞ്ഞവർ അവരെ ഗുജറാത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വോട്ട് ചെയ്യണ പോലത്തെ ഒരു സംഭവം. അപ്പൊ അത് RCB-നായിട്ടുള്ള ഒരു മാച്ച് വരുമ്പോൾ മിനിമം 70 or 60% RCB-ക്ക് വോട്ട് വന്നിട്ടുണ്ടാവും. കാരണം അത്രത്തോളം ഫാൻ ഫോളോയിങ് ഉണ്ട്. RCB-ന്റെ പേജിനെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും 20 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. വേറെ ഒരു ഫ്രാഞ്ചൈസിന്റെ പേജിനുള്ളിൽ 20 മില്യൺ ഫോളോവേഴ്സ്. അപ്പൊ അതാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയസിൽ RCB ഫാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാകരയാണ്. മനസ്സിലായില്ലേ. അപ്പൊ പക്ഷേ പഞ്ചാബും RCB-യും കൂടെ വന്ന സമയത്ത് പഞ്ചാബിന് 51% വോട്ടും 49% വോട്ട് RCB-ക്ക് ആയിരുന്നു. അതിന്റെ കാരണം എന്താണ്? പഞ്ചാബിനാണ് എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ വെൽ ഡിസേർവ്ഡ് എന്ന് പറഞ്ഞു വരും. അപ്പൊ അങ്ങനത്തെ ഒരു ടൈമിൽ, അത് എല്ലാവർക്കും നമ്മൾ തോറ്റ് കാണണം എന്ന് പറഞ്ഞ ടൈമിലാണ് നമ്മൾ ജയിക്കുന്നത്. പോരാത്തിന് പിന്നെ വേറെ സംഭവങ്ങളുണ്ട്. 18ാമത്തെ നമ്പർ, 18ാമത്തെ സീസൺ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റേ രജത് പടിദാർ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് ക്യാപ്റ്റൻസി എന്നത് ഒട്ടുപോലെ കപ്പുണ്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം പടിദാർ
മറ്റേ ഇഞ്ചുറി ആയിട്ട് 2 കളി മാറി നിന്ന ടൈമിൽ ജിതേഷ് ശർമ്മ ക്യാപ്റ്റനായിട്ട് വന്ന സമയത്ത് 2 കളിയിലും 220 റൺസിന് മേലെ RCB കൺസീഡ് ചെയ്തു. അങ്ങനെ 220 റൺസ് കൺസീഡ് ചെയ്ത് നിൽക്കുന്ന RCB ക്വാളിഫയർ 1 കളിക്കാൻ വന്ന ടൈമിൽ പഞ്ചാബിനെ 101 റണ്ണിനാണ് ഓൾ ഔട്ട് ആക്കിയത്. നിങ്ങൾ ആലോചിക്കണം, മുംബൈനായിട്ട് 206 207 റണ്ണ് ചേസ് ചെയ്തെടുത്ത ടീം ഇത് സെയിം ബാറ്റിംഗ് ലൈനപ്പ് ക്വാളിഫയർ 1 RCB പൊട്ടിച്ചത്, RCB ഓൾ ഔട്ട് ആക്കിയത് 101 റണ്ണിനാണ്. അതിന്റെ മുന്നത്തെ 2 കളിയിൽ പടിഡാർ ക്യാപ്റ്റൻ അല്ലാത്തതുകൊണ്ടാണ് 220+ റൺസ് RCB കൺസീഡ് ചെയ്തത്. അവിടെ തന്നെ മനസ്സിലാവും പടിഡാറിന്റെ ക്യാപ്റ്റൻസി എന്താണ്, എത്രത്തോളം ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ് പടിഡാർ എന്നുള്ളത്. പക്ഷെ പറഞ്ഞു വന്നതല്ല, പടിഡാർ ഒരു ഇന്റർവ്യൂവില് മറ്റേ ആ ഇന്റർവ്യൂ ഇപ്പോഴും ഉണ്ട്, RCBന്റെ യൂട്യൂബിന്റെ ചാനലിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ ടൈമിൽ മറ്റേ പറഞ്ഞ് കപ്പില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോ റെസ്പെക്ട്ഫുള്ളി ചോദിച്ചാണ്, കളിയാക്കി ചോദിച്ചല്ല. RCBക്ക് ഒരു കപ്പില്ലല്ലോ എന്നുള്ള അതിനെ പറ്റിയൊരു സംഭവം വന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഒരു കപ്പുണ്ട്, ലേഡീസ് ഉണ്ടല്ലോ RCB അവര് കപ്പ് കൊണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ തന്നെ കമന്റ് ബോക്സിലും ബാക്കി ടീമിന്റെ ഫാൻസിലും വന്നിട്ട് പറഞ്ഞിരുന്നു പെണ്ണുങ്ങളെ വിജയത്തിന്റെ ബാക്കിൽ സ്വന്തം തോൽവി മറച്ചു പിടിക്കുകയെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് അവസ്ഥ, ആൾക്കാരുടെ അവസ്ഥ അതാണ്. പക്ഷെ പടിഡാർ ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞത്. കാരണം പെണ്ണുങ്ങൾ ജയിച്ചാലും പെണ്ണുങ്ങളുടെ വുമൻസ് പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞു സംഗതി IPL തന്നെയാണ്. ഇവിടെ മറ്റേ ഈ IPL RCB ഇപ്പൊ ഈ മെൻസ് ടീം ജയിച്ചല്ലോ, വിരാട് കോഹ്ലി ജയിച്ചതും മറ്റേ സ്മൃതി മന്ദാന പോയിട്ട് മറ്റേ ടീമിൽ ജയിച്ചതും രണ്ടും ഒരേ ക്വാളിറ്റി ഉള്ള കപ്പ് തന്നെയാണ് ഇവർക്ക് 2 ടീമിനും കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ല. അപ്പൊ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ കോഹ്ലി സെഞ്ചുറി അടിച്ചാലും സ്മൃതി മന്ദാന ഒരു സെഞ്ചുറി അടിച്ചാലും കണക്ക് തന്നെയാണ്. മനസ്സിലായി, 2 ഈക്വലാണ്. അത് മനസ്സിലാക്കാനുള്ള ആൾക്കാരും കൂടി കൂടുതലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ഞാൻ പറഞ്ഞു വന്നതൊന്നല്ല, ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വലിയൊരു പാടാണ്. കാരണം ഒരു സംഭവം കിട്ടാതിരിക്കുന്ന സമയം വിരാട് കോഹ്ലി എന്ന് പറയുമ്പോൾ RCBനെ വിട്ട് പോകാൻ വേണ്ടിയിട്ട് 100,000 കാരണങ്ങൾ വിരാട് കോഹ്ലിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഒന്ന് പുറത്തുനിന്നുള്ള കളിയാക്കല്, അതാണ് ഏറ്റവും ആദ്യത്ത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരാട് കോഹ്ലി ഒന്ന് ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 35 കോടി രൂപ വരെ മുടക്കാനുള്ള ടീമുകളുണ്ട്. മനസ്സിലായിട്ട് ചിലപ്പം പേഴ്സിലുള്ള ഏകദേശം ഒരു 40% വരെ മുടക്കാനുള്ള ആൾക്കാർ ഇന്ന് വേറെ ഫ്രാഞ്ചൈസികളുണ്ട്. പക്ഷെ കോഹ്ലി പോയിട്ടില്ല. കോഹ്ലി പോവാത്തതിന് പിന്നെ അറിയാലോ, പിന്നെ ഫൈനല് 9 കൊല്ലത്തില് അത്ര വലിയ പ്ലെയർ ടീമിലുണ്ടായിട്ടും കണ്ടിട്ടില്ല ഫൈനല്. മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നതല്ല, ഇതൊക്കെ ഒരു പാഠം. കാരണം അന്ന് 2016 ഇതിനു മുന്നൊക്കെ തോൽക്കണ സമയത്തൊക്കെ ചോദിച്ചത് എന്താ RCBക്ക് മാത്രം എങ്ങനെ. കാരണം ഏകദേശം 3 ഫൈനൽ 4 ഫൈനൽ അങ്ങനെ എന്തോ RCB തോറ്റ് കപ്പില്ല. ഇപ്പോഴും 2016 വിരാട് കോഹ്ലി ഒന്നും ചെയ്യാനില്ല. ഇനി എന്നൊരു കപ്പ് എന്നാണ് എല്ലാവരും ചോദിച്ചത്. കാരണം ഇങ്ങനെ കളിച്ചിട്ട് കപ്പ് കിട്ടിയില്ല, ഇനിയിപ്പോ എങ്ങനെ കളിക്കണ്ടെന്നൊരു ചോദ്യം വന്നു. ഇത് ഇങ്ങനെയാണ് കളിക്കേണ്ടത്. മനസ്സിലായില്ല. കാരണം അന്ന് വെച്ചിട്ട് ഒരു ബോളർമാരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ ഒരു വീക്ക്നെസ് കുറെ RCBക്ക് ഉണ്ടെങ്കിൽ പോലും വിരാട് കോഹ്ലി ആസ് എ പ്ലെയർ ആസ് എ ക്യാപ്റ്റൻ ഇനി എന്ത് ചെയ്യേണ്ടിയിരുന്നു എന്നൊരു ചോദ്യം ആ ടൈമിൽ വിരാട് കോഹ്ലി ആയിരുന്നല്ലോ ക്യാപ്റ്റൻ. എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് വന്നിരുന്നു. പക്ഷെ അവിടുന്ന് പിന്നെ കാരണം ആ വർഷം കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയത് ഞാൻ RCBക്ക് ഒരു കപ്പ് ഉണ്ടാവില്ല, ഞാൻ RCB ഫാനാണ്. എനിക്കും തോന്നി കാരണം ഇങ്ങനെ കളിച്ചിട്ട് കപ്പില്ലെങ്കിൽ ഇനി എങ്ങനെ കളിക്കേണ്ടി, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ RCBക്ക് മാത്രം എന്തോ ഒരു പ്രശ്നമുള്ള പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം കൺസിസ്റ്റന്റ് ആണ്. 2020 ശേഷം എല്ലാ പ്ലേ ഓഫും RCB കളിച്ചിട്ടുണ്ട്. നല്ല പ്ലേയേഴ്സ് ഉണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. കളിക്കുന്നുണ്ട്, കപ്പുണ്ടോ ഇല്ല. ഇതാണ് RCBന്റെ അവസ്ഥ. RCB നിങ്ങൾ കപ്പ് ഇല്ല എന്നൊരു ഇതുവരെ പറയുമ്പോൾ ഞാൻ RCB എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാണ്ടാവില്ല. ഒന്നും ചെയ്യാനില്ല. കാരണം കളിക്കുന്നുണ്ട്, ചെന്നൈ കളിക്കണ പോലെ കളിക്കുന്നുണ്ട്, മുംബൈ കളിക്കണ പോലെ കളിക്കുന്നുണ്ട്, സാധനം കയ്യിൽ കിട്ടണില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ടൈമിൽ നിന്ന് പക്ഷെ അവിടുന്ന് 9 കൊല്ലത്തിന് ശേഷം ഇപ്പം കപ്പടിക്കുമ്പോഴാണ് മനസ്സിലായത് ഇതിനേക്കാൾ ഒരു പെർഫെക്റ്റ് മൊമെന്റ് ഇല്ല. ആർക്കും RCB ജയിക്കണ്ട, എല്ലാവരും RCBക്ക് നേരെ എന്താണെന്ന് അറിയില്ല. ആ ടൈമിലാണ് RCB ജയിക്കുന്നത്. 2016 അങ്ങനെ അല്ലായിരുന്നു. ആര് ചെയ്യാൻ ഇത്രയൊരു ഹെയ്റ്റ് RCBക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രയൊരു ഹെയ്റ്റ് വരുന്നു 18 സീസൺ അങ്ങനെ പല പ്രത്യേകതകളോട് ഒത്തൊരുമിച്ചിട്ട് വന്നപ്പോ ഇതിനേക്കാൾ ഒരു പെർഫെക്റ്റ് മൊമെന്റ് RCB കപ്പ് ഉണ്ടാവാനുണ്ടെങ്കില് ഇനി അടുത്ത കൊല്ലം കഴിഞ്ഞ കൊല്ലം കപ്പ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 2025 വിൽ ബി സ്പെഷ്യൽ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നതല്ല, ഈ ഒന്നോ അല്ലെങ്കിൽ നമുക്ക് കുറെ ആഗ്രഹമുള്ള ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കണമെന്ന് തോന്നണ സംഭവങ്ങളും ഈ ഒരു കൊല്ലോ അല്ലെങ്കിൽ 6 മാസോ 1.5 കൊല്ലോ പോയിട്ട് പിന്നെ ഇനി മതി എന്ന് പറഞ്ഞിട്ട് പോണ കുറെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരും വിരാട് കോഹ്ലിനെ പോലത്തെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആളും തമ്മിലുള്ള ഡിഫറൻസ് ആണത്. കാരണം എല്ലാവരും 1-2 കൊല്ലം ഒരു സംഭവത്തിന് പിന്നാലെ നടന്നിട്ട് അത് വേണ്ടെന്ന് വെക്കാൻ ടൈമിൽ 18 കൊല്ലാണ് വിരാട് കോഹ്ലി നടന്നത്. പക്ഷെ ഇത് മാത്രമല്ല, ഇത് വേറെ ഇപ്പം ഫുട്ബോൾ PSG ആദ്യം ഈ കൊല്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ് ഇല്ലാത്തവർക്ക് കിട്ടുന്ന ടൈമാണ്. ക്രിസ്റ്റൽ പാലസ് തോന്നുന്നത് 119 കൊല്ലത്തിന് ശേഷം ഒരു മാച്ച് ട്രോഫി ജയിക്കണം, ടൊട്ടനാം യൂറോപ്യൻ ലീഗ് ജയിക്കുന്നത്, PSG ചാമ്പ്യൻസ് ലീഗ് കൊണ്ട് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ക്രിസ്റ്റൽ പാലസിന്റെ അങ്ങനൊക്കെ തന്നെ ഇരുന്ന് ഇപ്പൊ RCB IPL കൊണ്ടുപോകുന്ന കപ്പില്ലാത്ത ടീമാണ്. മനസ്സിലായില്ലോ, കപ്പില്ലാത്ത ടീം. അപ്പൊ ഈ കപ്പില്ലാത്തവരൊക്കെ കൊണ്ടുപോകുന്ന ടൈമാണ്. ഹാരി കെയ്ൻ 32 കൊല്ലം അങ്ങനെ എത്രയോ കൊല്ലം ഹാരി കെയ്ൻ ഈ ഒരു ഫുട്ബോൾ കരിയറിൽ നടന്നിട്ട് ഒറ്റ ട്രോഫി ഉണ്ടായിരുന്നില്ല.
ഇൻക്ലൂഡിങ് ഇന്റർനാഷണൽ ട്രോഫി ഉണ്ടായിരുന്നില്ല, ക്ലബ് ട്രോഫി ഉണ്ടായിരുന്നില്ല. പക്ഷെ ബയൺ മ്യൂണിക്കിന്റെ ഒപ്പം ബുണ്ടസ് ലീഗ ജയിച്ചു. മനസ്സിലായി? അപ്പൊ കപ്പ് ഇല്ലാത്തവർക്കൊക്കെ കിട്ടുന്ന ടൈമാണത്. പക്ഷെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഇത്രയും ഹെയ്റ്റ് വന്ന ടൈമില് നമ്മൾ ജയിക്കണ്ടെന്ന് കാണുന്ന ടൈമിൽ നമ്മൾ ജയിച്ചതിന്റെ ഒരു സംഭവം ഇത് വേറെ തന്നെ. ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് തോന്നി, അതുകൊണ്ടാണ് സിനിമന്റെ റിവ്യൂ ചെയ്യാതെ RCBന്റെ റിവ്യൂ ഞാൻ ചെയ്തത്. ദിസ്